അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ? ചെറിയൊരു വീഡിയോ ആണ്, 8 മിനിറ്റ് കേട്ടോ. നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഒരു ഇടങ്ങേറിലാക്കണില്ല. വീഡിയോ അങ്ങോട്ട് വലിച്ച് നീട്ടിക്കാണ്ട് ഒരു 10-11 മിനിറ്റ് ഒന്നുമില്ല, ഒരു 8 മിനിറ്റ്, 8.2 കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ ചെയ്യുക, ആരും നിർബന്ധിച്ചണില്ല കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ എന്താ വിചാരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മളെ ഈ അൻഷൂസ് വേൾഡിൻ്റെ ഫാമിലിക്ക് ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. ഒരുപാട് ആൾക്കാരെ കിട്ടിയിരിക്കണേ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെലച്ചക്കാണ് കേട്ടോ. അപ്പോൾ അത് പെലച്ചക്ക് ചായ കുടിച്ചതും ഒന്നും കാണിച്ചിട്ടില്ല, പാത്രം മൂറിയാണ് വെക്കുന്നതാണ് കാണിച്ചത് കേട്ടോ. അപ്പം പെലച്ചക്ക് തന്നെ പാത്രങ്ങളൊക്കെ മൂറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അടിച്ചോരി തുടക്കാനും മിറ്റടിച്ചു വരാനും തിരുമ്പാൻ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുള്ളൂ. രാവിലെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേങ്കിൽ ഒരു 3 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, നമ്മൾ നോൻപില്ലാത്തന്ന് നേരം വെളുത്താ ഉച്ചയാവൂലേ, ഒരു 12:30 മണിയാവും അടുക്കളയിൽ ഇങ്ങനെ നട്ടം തിരിഞ്ഞിങ്ങനെ നടക്കൽ. ഇപ്പം 3 മണിക്കാണ് തുടങ്ങിക്കഴിഞ്ഞാൽ 6 മണി 6:30 മണിയാവും നമ്മൾ അടുക്കളയിൽ നിന്ന് കയറി കിട്ടണമെങ്കിൽ കേട്ടോ. നോൻപായാൽ ഒക്കെ കണക്ക് തന്നെയാണ് മക്കളെ. പിന്നെ നമ്മൾ വിചാരിച്ചു നോൻപിന് സാധനമൊക്കെ കുറവായിക്കാരം ഒന്നും വേണ്ടല്ലോ. പക്ഷേങ്കിൽ നമുക്കുണ്ടല്ലോ നേരെ തിരിച്ചാണ് കേട്ടോ. നോമ്പിനാണ് ഒരുപാട് സാധനത്തിന് ചിലവ് കേട്ടോ. പഞ്ചസാരക്കാണെങ്കിലും ഓയിലിനാണെങ്കിലും ഒക്കെ. പിന്നെ ആ ഒരു കുറവില്ലത് എന്തിനാ വെച്ചാൽ അരിക്കാണ് കേട്ടോ. അരി എന്താ ചോറ് അങ്ങനെ വെക്കൂലല്ലോ. ഇതിപ്പോൾ നമ്മൾ ഉച്ചക്കും വൈകുന്നേരത്തിനും ചോറ് വെക്കും. ഇത് ചോറില്ലല്ലോ. നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ വൈകുന്നേരം നമ്മൾ ചിലപ്പോൾ അതന്നെ തിന്നും, ചിലവിൽ കഞ്ഞി കുടിച്ചും. നമ്മളേതായാലും കഞ്ഞി ഉണ്ടാക്കണില്ല, പിന്നെ ചോറ് വെക്കണില്ല. നമുക്ക് രാവിലത്തെ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പത്തിരി ഉണ്ടെങ്കിൽ അതന്നെ ഈ കാരട്ടോ നമുക്ക് പെലച്ചക്കും. അതേപോലെ തന്നെ പിന്നെ കിടക്കുമ്പോൾ പിന്നെ ഒന്നും തിന്നലൊന്നുമില്ല കേട്ടോ. പിന്നെ അത് 3 മണിയാകുമ്പോൾ നമ്മൾ പത്തിരിക്ക് വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേശം വെള്ളത്തേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാം, തലേന്ന് പത്തിരിയൊക്കെ ബാക്കി ഉണ്ടെച്ചെങ്കിലേ ഇങ്ങനെ നമ്മൾ പിച്ചിടും കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി പൊടിയും കൂടി ഇട്ട് കണ്ടാണ്ട് ഇളക്കിയെടുക്കലാണ് കേട്ടോ. ഇത് ഇമ്മയൊക്കെ ഇങ്ങനെ കാട്ടിന് കണ്ടാണ് കേട്ടോ. ഞാൻ പത്തിരി ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചണ പിന്നെ പിറ്റേന്ന് നമ്മൾ പത്തിരി ഉണ്ടാക്കൂലേ, ആ പത്തിരിക്ക് ഇങ്ങനെ പിച്ചി ചീന്തിട്ടിട്ട് ആ പത്തിരി ഒന്ന് ഉടഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ പൊടിയും കൂടി ഇട്ട് കാണ്ടൊന്ന് ഇളക്കി കാണ്ടാണ്ട് വെച്ചാൽ മതി കേട്ടോ. നല്ല സൂപ്പർ പത്തിരി തന്നെ ഇക്കാരം കേട്ടോ. അപ്പോൾ ലേശിച്ച പൊടി ഇട്ട് കാണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നില്ല വെള്ളം എറിയിക്കണമെന്നുള്ളത്. വെള്ളം എറിയിക്കണം കേട്ടോ. വെള്ളം എറിയിക്കണ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ല, വെള്ളം ഏറി. പിന്നെ ഞാനുണ്ടല്ലോ ബാക്കിയില്ല പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഇളക്കിയിട്ടും ഒക്കെ പിന്നെ അങ്ങോട്ട് ഇതാക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാനൊന്നും കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടിന്നറിയാം, ഒന്ന് മൂടി വെച്ചേക്കണം കേട്ടോ. പിന്നെ വെള്ളം ഏറി കുറച്ചും കൂടി പൊടിയൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇത്ര തോനെ പൊടി ഉണ്ടായത്. പിന്നെ കുറച്ച് നമ്മൾ എന്താട്ടി ഫ്രിഡ്ജിക്കാണ് വെച്ചു കേട്ടോ. ഒക്കെപ്പാടെ ഉണ്ടാക്കിയാൽ തിന്നൂല. പിന്നെ ചാറ് ഉണ്ടാക്കണം. അപ്പോൾ പൊടി ഞാൻ പേപ്പറിൽ ഇങ്ങോട്ട് നിരത്തി വെച്ചേക്കണം കേട്ടോ. നമുക്ക് പൊടി തട്ടിയെടുക്കാനാണ് കേട്ടോ. പിന്നെ കുറച്ച് 2-3 വല്ലുള്ളിയും 2 കേങ്ങൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പൊടിയൊക്കെ എന്താക്കണം വെന്ത് വന്നപ്പോൾ ഞാൻ അമ്മിക്കുട്ടി കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് കുത്തിക്കാണ്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുന്നുണ്ട് കേട്ടോ. പിന്നെ കുഴക്കണതാക്കണമെന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാക്കണേ ഉരുളകളാക്കി വെച്ചിക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മളെ പത്തിരി പരത്തി ഇങ്ങനെ നിന്നപ്പോഴാണ് പൊടിയട്ടലും പരത്തലും ഒക്കെ നമ്മളാവുമ്പോൾ ഒരുപാട് നേരം സമയം പിടിച്ചു. അപ്പം ഉണ്ടല്ലോ, അപ്പോഴാണ് നമ്മളെ സാനൂട്ടം സ്കൂളിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഓൻ പറഞ്ഞു അമ്മ ഞാൻ പൊടിയട്ടാറിന്. അപ്പോൾ ഞാൻ പറഞ്ഞു കജ്ജൊക്കെ കേകിയിട്ട് വാവാൻ. അങ്ങനെ ഓൻ കജ്ജും മോറൊക്കെ കേകി വന്ന് ഓനാണ് കേട്ടോ പൊടിയൊക്കെ തട്ടിയത്. അപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു റാത്തായി കേട്ടോ ഓൻ വന്ന് പൊടി തട്ടിയോണ്ട്. അങ്ങനെ പത്തിരിയൊക്കെ ഞാൻ പരത്തി അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ ഇതാക്കണേ. പിന്നെ ഞാൻ അസർ നിസ്കരിച്ചാണ് കേട്ടോ. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പത്തിരി ചൂടാമെന്ന് വിചാരിച്ചു. പത്തിരി ചൂടലും പിന്നെ പത്തിരി ചൂട്ട് അടുപ്പത്ത് നമുക്ക് ചാറന്നെ വെക്കുമ്പോൾ പിന്നെ അസർ കള്ളാവും. അപ്പോൾ പിന്നെ നമ്മൾ എന്താട്ടി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് നമുക്കവിടെ പത്തിരി ചൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പത്തിരി ചൂടാണ് കേട്ടോ. ഈ പത്തിരി ചുട്ടാണ് കഴിഞ്ഞിട്ട് നമുക്ക് ചാറും തന്നെ ഈ അടുപ്പത്താണ് ഉണ്ടാക്കിയാൽ മതിയല്ലോ.
അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ നമ്മളെ പത്തിരിയൊക്കെ സൂപ്പറായിട്ട് പൊള്ളച്ച് വരും കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പത്തിരികളും അതേമാതിരി തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഞാൻ ചട്ടിയൊക്കെ വാങ്ങി വെച്ച് നമ്മളെ ചാറ്റിനുള്ള ചട്ടി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് വല്ലുള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരിഞ്ചീരകം അങ്ങനെ എല്ലാ മസാലകളും ഇട്ട് കഴിഞ്ഞ് നമ്മളെന്താട്ടി കേങ്ങും നുള്ളി പൊറുക്കിയിട്ട് പിന്നെ നമ്മൾ കോഴി കേകി വെള്ളത്തിലിട്ട ചീനി അതും തന്നെ നുള്ളി പൊറുക്കിയിട്ട്. അപ്പം നമ്മളെ വലിയ കുട്ടി പറഞ്ഞ തേങ്ങ അരച്ച് ചാറ് വെക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ ഇന്ന് നമ്മൾ തേങ്ങ അരക്കാതെ മുളിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താടാ തേങ്ങ അരച്ചതല്ലേ രസം പത്തിരിക്ക് ചോദിച്ചപ്പം പറഞ്ഞു അത് രസമല്ല അമ്മ, അത് മാണ്ട എന്തൊക്കെയോ മാതിരിയാണ്, നിങ്ങൾ മുളിട്ടിടേണ്ടി പറഞ്ഞു. അപ്പം എന്നാൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കോഴി മുളിട്ടാണ് കേട്ടോ. അപ്പോൾ കേങ്ങ് ഇട്ടാൽ തന്നെ നമ്മൾ കുറുന്നനെ ഉണ്ടാവും കേട്ടോ ചാറ്. ഇന്ന് ഞാൻ കുറച്ച് കൊക്കവട ഉണ്ടാക്കണുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ഇതന്നെയല്ലേ ഉണ്ടാക്കിയത് സമൂസ. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ കേട്ടോ, പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. ഇന്നലെ വീഡിയോയിലുണ്ടായിനി എന്താ ജ്യൂസ് അടിച്ചൂലേ എന്ന് ചോദിച്ച് കമൻറ്റ് ഉണ്ടായിനി കേട്ടോ. വെള്ളം കുടിച്ചുമ്പോൾ ഒരു നല്ലൊരു റാത്താണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ജ്യൂസ് അടിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഇതാക്കണം ഞാൻ കാരക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കാരക്കയിൽ 2 ഏലക്കായും കാരക്കയും ആദ്യം അടിച്ച് പഞ്ചസാര അടിച്ചിട്ട് പിന്നെ കുറച്ച് പാലൊക്കെ പാർന്ന് പിന്നെ ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടി പാർന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ കാരക്കയിൽ കുറച്ച് ചുടുവെള്ളം പാർന്ന് വെച്ചിന് കേട്ടോ, അതൊന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടി. എന്നെങ്കിലേ അരിയുള്ളൂ, അല്ലെങ്കിൽ അരിയില്ല. എന്നാൽ തന്നെ അതിൻ്റെ അടിയിലൊക്കെ കണ്ടില്ലേ അരിയാത്ത സാധനമൊക്കെ ഉണ്ട്, നമ്മളെ കാരക്കുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് നമ്മൾ ഒന്നുകൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ചെടുത്ത് നമ്മൾ ഇതാക്കണം ജഗ്ഗിലാക്കിക്കണം. വെച്ചെങ്കിൽ വെള്ളം കുടിച്ചാലാണ് കേട്ടോ മക്കളെ നല്ല റാത്താവുള്ളൂ. ഈ ജ്യൂസൊന്നും കുടിച്ചാൽ ഒരു തൃപ്തി ആവില്ല കേട്ടോ. ആ വെള്ളം കുടിച്ചതിനൊരു സുഖം നമ്മുടെ ജ്യൂസിന് കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ ഇതാക്കണേ നമ്മളെ സനുട്ടം പള്ളിക്കന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ നാരങ്ങൻ്റെ തോല്. ഇത് നമ്മൾ സുർക്കിയിൽ ഇട്ടച്ച് സുർക്കി ഉപ്പും പാർന്ന് നമ്മൾ ഇട്ടച്ച് അത് ഇതതിന് ശേഷം നമുക്ക് അച്ചാറിട്ടാൽ മതി കേട്ടോ. അതിനാണ് കേട്ടോ അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാക്കണ കുറേ പാത്രങ്ങളൊക്കെ മോറാണ്ട് അതൊക്കെ മോറണം. പിന്നെ ചായക്ക് വെള്ളം വെച്ചിനി ചായക്കിലൊക്കെ പൊടിയും പഞ്ചാരയൊക്കെ ഇട്ടു. പിന്നെ കാരക്കയും പിന്നെ നമ്മളെ കൊക്കവടയും പൈനാപ്പിളും ഒക്കെ അതും എടുത്ത് വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ബാങ്ക് കൊടുത്തു. നമ്മളിതാക്കണേ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അപ്പം കുട്ടികളൊക്കെ പള്ളിക്കൊക്കെ പോയിക്കണം കേട്ടോ നോമ്പ് തുറക്കാൻ. ഞാനും മീനൂട്ടിയും തന്നെ ഉള്ളൂ. അപ്പോൾ വന്നാൽ പിന്നെ ഓൽക്ക് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓൽക്കുള്ളത് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ്, വേറെ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നാളെ വരണ്ടേ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് വിടാൻ പ്രയാസമാണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചിഹ്നം കമൻറ്റ് ഇടാം. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട്